ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്വർഗാരോഹണ സമയത്ത് ശിഷ്യരെ കൂട്ടിക്കൊണ്ട് ഒരു മലയിലേക്ക് പോയി അന്ത്യസന്ദേശമായി അവരോട് ഇപ്രകാരം പറഞ്ഞു: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 11 അധ്യായം 8 വാക്യം. ഇത് പറഞ്ഞ ശേഷം യേശു ആരോഹണം ചെയ്തു. മേഘം അവനെ മറച്ചതിനാൽ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ ആകാശത്തിലേക്ക് നോക്കി, വെള്ള വസ്ത്രധാരികളായ 2 പുരുഷന്മാർ അവരോട്: നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1 അധ്യായം 11 വാക്യം. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തത് ഒലിവുമലയിൽ നിന്നാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1 അധ്യായം 12 വാക്യം. പോകുന്നവനായി കണ്ടതുപോലെ വീണ്ടും വരും എന്നതിന് ഒലിവുമലയിലേക്ക് വരും എന്ന് വ്യാഖ്യാനം കൂടാതെ നമുക്ക് പറയുവാൻ സാധിക്കും. ഒലിവുമലയിൽ വീണ്ടും വരുന്നത് മണവാട്ടി സഭയെ ചേർക്കുവാനല്ല എന്ന് വിശ്വാസികളും പ്രവാചകന്മാരും എല്ലാവരും പറയുന്ന കാര്യമാണ്. വിശുദ്ധന്മാരെ ചേർക്കുവാൻ കർത്താവ് സ്വർഗത്തിൽ നിന്ന് 2ാം സ്വർഗമായ മധ്യാകാശത്തിൽ വന്ന് കാഹളം ധ്വനിപ്പിക്കും. ക്രിസ്തുവിൽ മരിച്ചവരും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരും ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. യേശു ഒലിവുമലയിലേക്ക് വീണ്ടും വരും. ഇത് മാറ്റമില്ലാത്ത വചന സത്യമാണ്. എന്തിന് ഒലിവുമലയിലേക്ക് വീണ്ടും വരുന്നു? ഒലിവുമലയിൽ വരുന്നത് ജാതികളുടെ ന്യായവിധിക്കാണെന്ന് പ്രവാചക പുസ്തകങ്ങളിലും സുവിശേഷങ്ങളിലും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതുന്നത് പോലെ ആ ജാതികളോട് പൊരുതും. അന്നാളിൽ അവൻ്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. സക്രിയ പ്രവാചകന്റെ പുസ്തകം 14 അധ്യായം 3-4 വാക്യങ്ങൾ. യോവേൽ പ്രവാചകന് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചത്: ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എൻ്റെ ജനം നിമിത്തവും എൻ്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. യോവേൽ 3:2. ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിന് ഇരിക്കും. യോവേൽ പ്രവാചകന്റെ പുസ്തകം 3 അധ്യായം 12 വാക്യം. യേശു തൻ്റെ ഒലിവുമല പ്രഭാഷണത്തിൽ ഇതിനെക്കുറിച്ച് ശിഷ്യന്മാരോട് വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ തൻ്റെ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 31-32 വാക്യങ്ങൾ. യേശുവിൻ്റെ പാദം ഒലിവുമലയിൽ ചവിട്ടുമ്പോൾ വലിയൊരു താഴ്വര, അതായത് യഹോശാഫാത്ത് താഴ്വര പ്രത്യക്ഷമാകും. ഈ താഴ്വര ഇപ്പോൾ അവിടെയുണ്ട്. എന്നാൽ കർത്താവിൻ്റെ പാദം ഒലിവുമലയിൽ ചവിട്ടുമ്പോൾ ഒലിവുമല 2ആയി പിളർന്ന ഈ താഴ്വരയോട് യോജിച്ച് ഒന്നായി തീരും. ഇവിടെ കർത്താവ് തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനം സ്ഥാപിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവരെ ന്യായം വിധിച്ച് ഇടത്തുള്ളവരെന്നും വലത്തുള്ളവരെന്നും 2ആയി തിരിക്കും. വലത്തുള്ളവരെ അനുഗ്രഹിക്കപ്പെട്ടവരായി എണ്ണി ലോകസ്ഥാപനം മുതൽ ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കും. ഇടത്തുള്ളവരെ ശപിക്കപ്പെട്ടവരായി നിത്യദണ്ഡനത്തിലേക്ക് തള്ളിക്കളയും. മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 46 വാക്യം. ജാതികളുടെ ന്യായവിധി സഹസ്രാബ്ദത്തിന് മുമ്പായിരിക്കും. ന്യായവിധിക്ക് വിശുദ്ധന്മാരുമായിട്ടല്ല വരുന്നത്, വിശുദ്ധ ദൂതന്മാരുമായിട്ടാണ്. മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 31 വാക്യം.
ഈ ന്യായവിധിക്ക് ദൂതന്മാർ സഹായികളായിരിക്കും. മഹത്വ പ്രത്യക്ഷതയിൽ സകല വിശുദ്ധന്മാരുമായി വരും. 1 തെസ്സലോനിക്കർ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം. അന്ത്യന്യായവിധിയിൽ ക്രിസ്തുവിനോട് കൂടെ വിശുദ്ധന്മാരും പങ്കാളികളായിരിക്കും. അങ്ങനെ ജാതികളുടെ ന്യായവിധിക്ക് സമാപ്തി വരും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.